അഴിമതി ആരോപണങ്ങളും വിലക്കയറ്റവും കാരണം ജനങ്ങൾ വെറുത്തുപോയ ചരിത്രത്തിലെ ഏറ്റവും മോശം റേറ്റിംഗിലേക്ക് കൂപ്പുകുത്തിയ ഒരു ഭരണകൂടം തൊട്ടടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനത്തിലൂടെ അധികാരത്തിൽ തുടരുമോ? ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ശത്രു അപ്പുറത്തുണ്ടെങ്കിൽ അതും സംഭവിക്കും. അതിന്റെ തെളിവാണ് കാനഡയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി നേടിയ മിന്നുന്ന വിജയം. 9 വർഷത്തെ ഭരണത്തിനു ശേഷം 2025 ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുമ്പോൾ അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരുന്ന ലിബറൽ പാർട്ടിക്ക് കാനഡയിൽ ഉണ്ടായിരുന്ന അപ്രൂവൽ റേറ്റ് വെറും 22%. എന്നാൽ വെറും 3 മാസത്തിനിപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി അധികാരം നിലനിർത്തുമ്പോൾ അതിനുത്തരവാദി ആര് എന്ന ചോദ്യത്തിന് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് തൊട്ടടുത്ത രാജ്യമായ അമേരിക്കയിലേക്കാണ്. തലതിരിഞ്ഞ നയങ്ങളുമായി ആ രാജ്യത്തെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന കിറുക്കൻ പ്രസിഡന്റിലേക്ക്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ഒരു പ്രസ്താവന അയൽ രാജ്യമായ കാനഡയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ താൻ ഉദ്ദേശിക്കുന്നു എന്നതായിരുന്നു അത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ഉടക്കുകയും ആ രാജ്യത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് ഒരു ഔദാര്യം പോലെ ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കാനഡ അമേരിക്കയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ തീരുവകൾ ഉണ്ടാവില്ലെന്നും കാനഡയ്ക്ക് അമേരിക്കയെയാണ് തിരിച്ചല്ല ആവശ്യമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ചിരിച്ചു തള്ളേണ്ട ഒരു ഹൈ പ്രൊഫൈൽ തമാശയായാണ് ട്രംപിന്റെ വാക്കുകളെ അന്താരാഷ്ട്ര വിദഗ്ധർ ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. എന്നാൽ ആധുനിക കാലത്ത് ഒരു രാഷ്ട്ര തലവനും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ഒരു വീണ്ടും വിചാരവുമില്ലാതെ ചെയ്യുന്ന ട്രംപ് തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞങ്ങളാണ് കാനഡയുടെ സൈന്യത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അവർ കാറുകൾ ഉണ്ടാക്കേണ്ടതില്ല. കാറുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം. അവരുടെ മരത്തടികളും ഞങ്ങൾക്ക് വേണ്ട. അവരുടെ ഊർജം ഞങ്ങൾക്ക് വേണ്ട. കാനഡയിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാര്യങ്ങൾ നേരാവണ്ണം നടക്കണമെങ്കിൽ ഒന്നേ ചെയ്യാനുള്ളൂ: കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായി മാറുക. ജനപ്രിയതയ്ക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലെയും പിന്തുണ നഷ്ടപ്പെട്ടെങ്കിലും ജസ്റ്റിൻ ട്രൂഡോ ട്രംപിന്റെ ഭീഷണിയെ ഗൗരവമായി തന്നെയാണ് എടുത്തത്. കാനഡയിലെ അപൂർവ ധാതു ലവണങ്ങളിൽ കണ്ണുള്ള ട്രംപിനെ ഒരു നിലയ്ക്ക് മടുപ്പിക്കരുതെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി ആകട്ടെ ട്രംപിനെതിരായ നിലപാടിന് മേലാണ് തന്റെ രാഷ്ട്രീയ അടിത്തറ തന്നെ പണിതുയർത്തിയത്. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പയറ്റി ഒരു പരിചയവുമില്ലാത്ത കാർണി ട്രംപിനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചാണ് തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തിയത്. ബാങ്കിംഗ് മേഖലയിലെ വർഷങ്ങൾ നീണ്ട തന്റെ പ്രവൃത്തി പരിചയം ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റുന്നതിനായി കാർണി ഉപയോഗപ്പെടുത്തിയപ്പോൾ അത്ഭുതാവഹമായ രീതിയിലാണ് രാഷ്ട്രീയ ഭൂമിക മാറിയത്. ട്രൂഡോ രാജിവെക്കുമ്പോൾ ഭരണം ലഭിക്കാൻ സാധ്യത കൺസർവേറ്റീവ് പാർട്ടിക്കായിരുന്നെങ്കിൽ ട്രംപിന്റെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി കാർണി ദേശീയ വികാരം ആളിക്കത്തിച്ചതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണപരാജയവും വിലക്കയറ്റം, അഴിമതി, തൊഴിലില്ലായ്മ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പൊയ്ലിവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. 3-4 മാസം മുൻപായിരുന്നെങ്കിൽ അത് മികച്ചൊരു പ്രചാരണ തന്ത്രം ആകുമായിരുന്നു. എന്നാൽ കാനഡ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്ത ട്രംപിനെ വേണ്ടവിധം വിമർശിക്കാനോ അമേരിക്കയുടെ പുതിയ നയങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാനോ കൺസർവേറ്റീവുകൾ തയ്യാറായില്ല. ആ ശൂന്യതയിലേക്ക് ട്രംപ് വിരുദ്ധ വികാരവുമായി ഇരച്ചു കയറിയാണ് മാർക്ക് കാർണി കളം പിടിച്ചത്. അമേരിക്കയുമായി ഇത്രയും കാലമുണ്ടായിരുന്ന ബന്ധം അവസാനിച്ചു എന്നുവരെ കാർണി പ്രഖ്യാപിച്ചു. ട്രംപിന്റെ ഒരു കൈ സഹായത്തോടെ അധികാരം പിടിച്ചെങ്കിലും മുന്നോട്ടുള്ള വഴികൾ മാർക്ക് കാർണിക്ക് ഒട്ടും എളുപ്പമാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കാനഡയെ അമേരിക്കൻ സ്റ്റേറ്റായി അറ്റാച്ച് ചെയ്യുക എന്ന തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതിന് വഴങ്ങിയില്ലെങ്കിൽ സാമ്പത്തികവും വാണിജ്യപരവുമായ ഉപരോധങ്ങളുമായി ബുദ്ധിമുട്ടിക്കുമെന്നും ട്രംപ് മറയില്ലാതെ പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി തങ്ങളോട് ചേർന്ന് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ കൈകാര്യം ചെയ്യുക എന്നത് മാർക്ക് കാർണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. കുടിയേറ്റ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ബ്യൂറോക്രസിയിൽ പിടിമുറുക്കുന്ന അഴിമതി തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രശ്നങ്ങൾ മാർക്ക് കാർണിക്ക് മുന്നിലുണ്ട്. എന്തു തന്നെയായാലും ട്രംപിന്റെ ചട്ടമ്പിത്തരത്തിന് വഴങ്ങിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കനേഡിയൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ഗ്ലോബൽ പ്രൊഫൈലുള്ള ബാങ്കറായ മാർക്ക് കാർണി ട്രംപ് എന്ന ഒറ്റ ബുദ്ധിയെ എങ്ങനെ നേരിടുന്നു എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.